നമ്മളോട് ആക്ച്വലി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഫോട്ടോ റെൻഡർ ചെയ്തിട്ടുള്ള ഫോട്ടോനെ എങ്ങനെയാണ് നമ്മളൊരു ആനിമേഷൻ കൊടുത്തത് അല്ലെങ്കിൽ ഒരു റീൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രീമിയർ പ്രോ ആണ്. നമുക്ക് ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് വരുന്നത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിനകത്ത് ഈ ന്യൂ പ്രോജക്റ്റ് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ അതിൻ്റെ പേര് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇപ്പം നമ്മൾ എപ്പോഴും പ്രോജക്റ്റിൻ്റെ നെയിം കൊടുത്തിട്ട് തന്നെ ചെയ്യാവും നല്ലത്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രോജക്റ്റിൻ്റെ നെയിം കാര്യങ്ങൾ കൊടുത്ത് ഒരു ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വരിക എല്ലാവരുടെ സിസ്റ്റത്തിലും. ഞാനത് എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് വെക്കലാണ്. ഞാനിങ്ങനെ ഡിഫോൾട്ടായിട്ടുള്ളൊരു സെറ്റപ്പിലല്ല വർക്ക് ചെയ്യൽ. ഓക്കെ, എനിവേ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കിവിടെ പിന്നെ ഈ പ്രോജക്റ്റ് പറഞ്ഞിട്ടുള്ള വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ പ്രീമിയർ പ്രോൻ്റെ ട്യൂട്ടോറിയലായിട്ടല്ല നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പ്രോജക്റ്റ് പറഞ്ഞ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ഈ ന്യൂ ഐറ്റത്തിൽ പോയി കഴിഞ്ഞാൽ സീക്വൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ സീക്വൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ സീക്വൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഹൈറ്റ് വിടുത്തൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഞാൻ എപ്പോഴും ചെയ്യുന്നത്, ഇവിടെ ഒരുപാട് പ്രീസെറ്റ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ഒരുപാട് പ്രീസെറ്റ് കാര്യങ്ങളുണ്ടാവും. ഞാൻ അതിൽ എപ്പോഴും ചെയ്യുന്നത് ഈ ഡിജിറ്റൽ SLR എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഡിജിറ്റൽ SLR എന്ന് പറഞ്ഞ ഫോൾഡർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ ഫുൾ HDൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് DSLR 1080 എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 720p ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഫുൾ HDൻ്റെ ആണ് ചെയ്യൽ. അപ്പോൾ ഇത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതതിൻ്റെ ഫ്രെയിം റേറ്റ് കാര്യങ്ങൾ കാണിക്കുന്നത് 24, 25, 30 ആണ്. അപ്പോൾ ഞാനെപ്പോഴും 30ലാണ് ചെയ്യൽ. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നേരത്തെ കണ്ട ഫോൾഡർ എന്താ പറയുക, പ്രീസെറ്റുകളുടെ അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിൻ്റെ നെയിമാണ്. പിന്നെ അതിൻ്റെ ഫ്രെയിം റേറ്റ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിപ്പം 30 തന്നെ ചെയ്യലുള്ളൂ. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് വരുന്നത് അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് 19-20 അതിൻ്റെ വിഡ്ത്ത് വരുന്നുണ്ട്, 10-80 അതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ഇപ്പോൾ മൊബൈലിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടുള്ള ഫുൾ HD, അതായത് 9:16 എന്ന് പറഞ്ഞ ലെവലിലാണ് വേണ്ടത്. ആ ഒരു എന്താ പറയുക സൈസിലാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഈ 19-20 മാറ്റിയിട്ട് അത് 10-80 ആക്കുക. ഈ ഒരു ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ 10-80 മാറ്റി 19-20 ആക്കുക. അപ്പോൾ നമുക്കത് പിന്നെ 9:16 പറഞ്ഞിട്ടുള്ള മൊബൈൽ സ്ക്രീനിൻ്റെ സൈസിലോട്ടുള്ള ഒരു സെറ്റപ്പിൽ കിട്ടും. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ മാക്സിമം റെൻഡർ ക്വാളിറ്റി എന്നുള്ളത് ടിക്ക് ഇടുക. മാക്സിമം ബിറ്റ് ഡെപ്തും ടിക്ക് ഇടുക. അത് രണ്ടും ടിക്ക് ഇട്ടിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു പിന്നെന്താ പറയുക ആ ഒരു സീക്വൻസ് ഇവിടെ ആഡ് ആയിട്ട് വരും. ഇനി ഈ സീക്വൻസിലാണ് നമ്മൾ പിന്നെ ഫോട്ടോ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്തിടുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഈ ഒരു ഫോട്ടോ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ ടൈം കാര്യങ്ങൾ വരുന്നത്, എത്ര സെക്കൻഡാണ് വീഡിയോ വേണ്ടത് എന്നുള്ള ഒരു ലെവലിൽ കാണുന്നത്. ഞാനിപ്പോൾ 2 ഫോട്ടോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ ഒരു 10 സെക്കൻഡ് കൊടുത്തു. അതിനുശേഷം ഇപ്പം നേരത്തെ നമ്മൾ പ്രോജക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറുതായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഈ ഫോട്ടോൻ്റെ എൻഡിൽ പിടിച്ച് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെങ്ത്ത് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു 10 സെക്കൻഡിൻ്റെ ലെവലിൽ ഞാൻ അതിനെ കൊടുന്ന് വെച്ചു. പിന്നെ രണ്ടാമത്തെ ഫോട്ടോയും ഇമ്പോർട്ട് ചെയ്തു. ഇതിങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഒരു എൻഡിൽ കൊടുത്തിട്ട് വെക്കുക. അത് ഇങ്ങോട്ട് ഈ എൻഡിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഒരു ബ്ലാക്ക് ലൈൻ വന്ന് സ്നാപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിന് ഞാനൊരു 10 സെക്കൻഡ്, അതായത് ടോട്ടൽ ഒരു 20 സെക്കൻഡിൻ്റെ വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചിലപ്പം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യാം. 2 ഇമേജാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഈ എഫക്റ്റ് കൺട്രോളിൽ മുകളിൽ എഫക്റ്റ് കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. അതിനകത്ത് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും നമുക്ക്. അത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് ഈ ഒരു ഇവിടെ ഈ 960 കാണുന്ന അതിൻ്റെ ഹൈറ്റാണ്, അതായത് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഈ കാണുന്നത്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് ചിലപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് മൊബൈലിലോട്ടുള്ള മൊബൈൽ സ്ക്രീനിൽ വേണ്ടിയിട്ട് വലിയ 9:16 എന്ന സൈസിലാണ്. പക്ഷെ നമ്മളെ ഫോട്ടോ നോക്കി നമുക്ക് മനസ്സിലാവും. കണ്ടോ, നമ്മൾ ഈ ഒരു രീതിയിൽ കുറച്ച് വൈഡായിട്ടുള്ള ഫോട്ടോ ആണ് നമ്മൾ റെൻഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് ചിലപ്പോൾ നമുക്കിതിൽ കറക്റ്റ് ഫിറ്റ് ആവില്ല. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ താഴെ പൊസിഷൻ്റെ താഴെ സ്കെയിൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഡിഫാൾട്ടായിട്ട് 100 ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളതൊന്ന് സ്കെയിലൊന്ന് കുറച്ച് നോക്കുക. ഓക്കെ. അതിങ്ങനെ കുറക്കുമ്പോൾ മുകളിലും താഴെയും ബ്ലാക്ക് കളറായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ജസ്റ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. സ്കെയിൽ ചെയ്ത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ പിന്നെ ഡിഫാൾട്ടായിട്ടുള്ള സെറ്റിങ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റീസെറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവട്ടോ. നമ്മൾ അഡ്ജസ്റ്റ് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പൊസിഷനിൽ വന്നിട്ട് ആദ്യം നമുക്ക് ഈ റൈറ്റ് ഭാഗമില്ലേ, ഈ റൈറ്റ് ഭാഗം ഒന്ന് കറക്റ്റ് അലൈനാക്കി വെക്കുക. അതായത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് കാണും നമുക്ക്. അതാണ് ആ ബ്ലാക്ക് ഷെയ്ഡ് ഒഴിവാക്കിയിട്ട് കറക്റ്റ് വെച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഈ പൊസിഷൻ്റെ ഇവിടെ കണ്ടൊരു ഒരു ടോഗിൾ ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതായത് പിന്നെ ഒരു ഐക്കൺ കണ്ടില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കീ ആഡ് ആവും. ഇതിന് കീ എന്നാണ് പറയല്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഒരു സാധനം വന്നിട്ടുണ്ടാവും, ഒരു കീ. അതായത് ഇവിടെ നോക്കിയാൽ മതി, നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈൻ ഇല്ലേ, ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ഈ പൊസിഷൻ നമ്മൾ വീണ്ടും ചേഞ്ച് വരുത്തുക. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൊടുന്ന് വെക്കുക. നമുക്ക് വിസിബിൾ ആവുന്ന ഒരു പോയിന്റിൽ ഈ ലൈന് കൊടുന്ന് വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഫോട്ടോൻ്റെ എൻ്റെ ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു സൈഡും കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെയും ഒരു കീ ആഡായിട്ടുണ്ടാവും. എന്നിട്ട് ഈ കീ പിടിച്ചിട്ട് ഇങ്ങോട്ട് ലാസ്റ്റിലോട്ട് വെക്കുക. എന്നിട്ട് ഒന്ന് പ്ലേ അടിച്ച് നോക്കി കഴിഞ്ഞാൽ കീബോർഡിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ആനിമേഷനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഇമേജിന് ഇമേജിന് ആ ഒരു ആനിമേഷൻ കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ആനിമേഷനാണ്, വലിയ ഹെവി ഒന്നുമല്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ ഏതെങ്കിലും മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് നമ്മൾ പ്രോജക്റ്റിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ. അതിനെ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. അതായത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ V1, V2, V3 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് വീഡിയോ ട്രാക്ക് 1, വീഡിയോ ട്രാക്ക് 2 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പക്ഷെ താഴോട്ട് വരുമ്പോൾ ഓഡിയോ ട്രാക്ക് 1, ഓഡിയോ ട്രാക്ക് 2 എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ താഴെ വരുന്നതൊക്കെ ഓഡിയോ ട്രാക്കും മുകളിൽ വരുന്നതൊക്കെ വീഡിയോ ട്രാക്കുമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ട്രാക്ക് ആണെന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാക്ക് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ട്രാക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ഒന്നെങ്കിൽ ഈ താഴെ കാണുന്ന ഈ വീഡിയോ ട്രാക്കിലോട്ട് ഡയറക്റ്റ് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ. അതല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്ഷൻ നമ്മൾ ഈ പ്രോജക്റ്റ് വിൻഡോ അല്ലേ, ഈ പ്രോജക്റ്റിൻ്റെ ഫയലുകൾ കാണുന്ന ആ ഒരു ഏരിയയിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. അപ്പോഴും അത് ഇമ്പോർട്ട് ആയിട്ട് വരും. അതിനുശേഷം ഇതിവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഓഡിയോ വിൻഡോയിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓഡിയോ കട്ടിങ് ഒക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഓഡിയോ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇതിങ്ങനെ ചെറിയ വേവായ കാരണം നമുക്ക് ചിലപ്പം ഒരു കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്രീ സ്പേസിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വലുതായിട്ട് കിട്ടും. ഓക്കെ. ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് കറക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അത് ആ ഒരു രീതിയിൽ ഇതിനെ വലുതാക്കുക. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വലുപ്പം കൂട്ടാനും പറ്റും. ഈ ട്രാക്കിൻ്റെ ഒക്കെ ഇവിടെ
ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബാറിൽ ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് വലുപ്പം കൂടും, അതായത് ലെങ്തി ആയിട്ട് കാണാനും. റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറുതായി കാണാനും ഉള്ള ഒരു ഓപ്ഷനാണ് ഈ താഴെ സ്ക്രോൾ ബാറിൽ. അതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാനൊക്കെ സ്ക്രോൾ ബാർ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ഇമേജിനൊന്ന് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ആഡ് ചെയ്യുക. സെയിം പരിപാടി. ആദ്യം നമ്മൾ സ്കെയിൽ ചെയ്ത് കറക്റ്റ് ഫിറ്റാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ പൊസിഷന് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ ഈ പൊസിഷനിൽ ഒരു കീ കൊടുക്കുക. കീ നമ്മൾ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ വേണമെങ്കിലും കൊടുക്കുക. അതിനുശേഷം അതിന് എൻഡിലോട്ട് മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് മൗസ് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റിൽ വരിക, പൊസിഷൻ ചേഞ്ച് ആക്കി വെക്കുക. അപ്പോൾ അവിടെ കീ ഓട്ടോമാറ്റിക് ആടാവും. അതിനെ പിടിച്ച് എൻഡിലോട്ട് വെക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഡിയോ നമ്മളെ ഫോട്ടോനെക്കാട്ടിലും കുറച്ച് വലുപ്പം കൂടുതൽ. അപ്പോൾ അത് കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ടാണ് ക്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളെ സിമ്പിളായിട്ട് റീല് എന്ന് പറയുമ്പോൾ ഫോട്ടോക്ക് നമ്മൾ ആനിമേഷൻ കൊടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ എൻഡിലെത്തുമ്പോൾ ഈ ഓഡിയോ പെട്ടെന്ന് കട്ടായി പോകുന്നില്ലേ, ഇതിങ്ങനെ കട്ടായി പോകുന്നില്ല. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം. മീൻസ് നമ്മൾ ഇവിടെ ഈ ലൈൻ ഇങ്ങനെ കാണുമ്പോഴേ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൗസിൻ്റെ ആരോ മാർക്ക് മാറുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കീ ആഡാവും. അതിനുശേഷം ഒരു കീയും കൂടെ അതിൻ്റെ അപ്പുറത്ത് ഒരു കീയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ കീ പിടിച്ചിങ്ങനെ താഴോട്ട് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ വോയിസ് ഓട്ടോമാറ്റിക് ഇങ്ങനെ ലോ ആയി പോകും. കണ്ടോ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫോട്ടോനെ ജസ്റ്റ് ഒരു ആനിമേഷൻ കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം കീബോർഡിനകത്ത് കൺട്രോൾ എം അടിച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ കീപ്പ് ചെയ്യൽ. യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി എന്നുള്ളത് ടിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടിക്ക് ഇടുക. എന്നിട്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സ്പോർട്ട് ആവും. ഇത്രയാണ് നമ്മൾ സിമ്പിളായിട്ടൊരു റീല് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഡോക്യുമെൻ്റ് ആകുന്ന ഫോൾഡറിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനകത്ത് ഡോക്യുമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അഡോബ് ഉണ്ടാവും. അഡോബിൽ പ്രീമിയർ പ്രോ നമ്മൾ വെർഷന് കാര്യങ്ങൾ കാണിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ സീക്വൻസ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കി.